അന്നൊരു ഞായറാഴ്ചയാണ്. ഒരാഴ്ചത്തെ തിരക്കുകളും ശനിയാഴ്ച രാവിന്റെ ഉന്മാദവും പിന്നിട്ട് ബാംഗ്ലൂർ നഗരം നടുവ് നിവർത്തുന്ന ഞായർ. മാഡിവാളയിലെ ഹോസ്റ്റൽ മുറിയിൽ നേരമേറെ വെളുത്തിട്ടും അവധിയുടെ ആലസ്യം ആസ്വദിച്ച് മയക്കത്തിലാണ് മരിയ. മറിയേ, എടി മറിയേ, നേരം എത്രയായി എന്നാ നിന്റെ വിചാരം? എഴുന്നേക്കടി പെണ്ണേ. 10-20 വയസ്സായ പെണ്ണ വെളുപ്പിണി എണീറ്റ് വല്ലോന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടതാ. ഈ പെണ്ണിന് അങ്ങനെ ഒരു വിചാരവും ഇല്ല. ആ കുഴപ്പ എന്റെ തന്നെ കുഴപ്പം. തല്ലി വളർത്തിയില്ല. നിന്റെയൊക്കെ പ്രായത്തിലേ ഈ നേരം കൊണ്ട് ഞാൻ എന്റെ വീട്ടിലെ പണി മുഴുവൻ തീർത്ത് പറമ്പിൽ പണിക്ക് പോവായിരുന്നടി. വേഗം എണീറ്റോ, ചൂല് കൊണ്ട് ഞാനങ്ങ് വരുവേ. ആ അമ്മച്ചി, അയ്യോ! ഞെട്ടിയുണർന്ന് ചാടി എഴുന്നേറ്റ് ഓടാനായി തുനിഞ്ഞ മരിയയ്ക്ക് പെട്ടെന്ന് താൻ എവിടെയാണെന്ന് ഓർമ്മ വന്നു. തന്റെ അടുത്ത് അമ്മച്ചിയില്ല. താനിപ്പോൾ വീട്ടിലുമല്ല. ഇപ്പോൾ ബാംഗ്ലൂരിലാണ്, ഹോസ്റ്റൽ റൂമിലാണ്. ബാംഗ്ലൂരിലെത്തിയിട്ട് മാസം 3 എങ്കിലും ജനിച്ചു വളർന്ന ഇടുക്കിയിലെ ചിന്നാറിന്റെ ഓർമ്മകൾ മരിയയെ വിട്ടൊഴിഞ്ഞിരുന്നില്ല. മൊബൈൽ എടുത്ത് സമയം നോക്കി. മണി 11 പോകുന്നു. ഇന്ന് ഞായറാഴ്ചയാണ്. നാട്ടിലാണെങ്കിൽ പള്ളിയിൽ പോയി തിരികെ വരേണ്ട സമയമായി. മരിയ ഓർത്തു. കട്ടിലിനോട് ചേർന്നുള്ള ടേബിളിൽ ഇരിക്കുന്ന ബൈബിൾ അവൾ കൈയെത്തിയെടുത്തു. ശരീരത്തിന്റെ വിളക്ക് കണ്ണാണ്. അതുകൊണ്ട് നിന്റെ കണ്ണ് അന്യൂന്യമാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതായിരിക്കും. നിന്നിലെ വെളിച്ചം തന്നെ ഇരുട്ടാണെങ്കിൽ ആ ഇരുട്ട് എത്രമാത്രം വലുതായിരിക്കും. മത്തായിയുടെ സുവിശേഷത്തിലെ വരികളാണ് അവൾ വായിച്ചത്. പെട്ടെന്ന് മരിയയ്ക്ക് അവളുടെ കുടുംബം ഓർമ്മ വന്നു. അപ്പനും അമ്മയും അനിയത്തിയും അടങ്ങുന്ന സ്നേഹസമ്പന്നമായ കുടുംബം. ഈശ്വര വിചാരവും മതനിഷ്ഠയും പാലിക്കുന്ന കാനാട്ടുപാറയിൽ പയസ് എന്ന കുടിയേറ്റ കർഷകന്റെ കുടുംബം. പഠനത്തിൽ മിടുക്കികളായ 2 പെൺമക്കളെയും പറ്റാവുന്നിടത്തോളം വിദ്യാഭ്യാസം ചെയ്യിക്കാൻ പയസ് ആഗ്രഹിച്ചു. +2ഉം BScയും ഉയർന്ന മാർക്കോടെ പാസ്സായ മകൾ മരിയയെ ഡാറ്റാ സയൻസിൽ 1 കൊല്ലത്തെ ഡിപ്ലോമയ്ക്ക് ചേർത്തത് തൊഴിൽ സാധ്യതയെ കരുതിയാണ്. അതും മികച്ച നിലയിൽ പാസ്സായ മരിയ ജോലി തേടി ബാംഗ്ലൂരിൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ മനസ്സുണ്ടായിട്ടല്ല. എങ്കിലും അവളുടെ ഭാവിയെ കരുതി സമ്മതിച്ചു. എവിടെയായിരുന്നാലും തന്റെ കഷ്ടപ്പാടുകൾ കണ്ടു വളർന്ന മകൾ നല്ലതേ ചെയ്യൂ എന്ന അപ്പന് വിശ്വാസമായിരുന്നു. കുടുംബത്തെക്കുറിച്ച് ഓർത്തപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. ബൈബിൾ ടേബിളിൽ വെച്ച് അവൾ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. ചന്ദനക്കിണ്ണം ഉന്നമടക്കായലിൽ വീണേ ആറ്റക്കിളി പോകും നേരം മഞ്ഞണിത്തൂവൽ കൊണ്ടൊരു കൂടൊരുക്കാൻ വാ. ബാംഗ്ലൂരിലെത്തിയിട്ട് മാസം 3 കഴിഞ്ഞു. ഒരുപാട് ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു. ഒരു സ്റ്റാർട്ടപ്പിൽ ജോയിൻ ചെയ്തു. പക്ഷെ ഒന്നും തൃപ്തിയായില്ല. എന്തിനു പറയുന്നു, മര്യാദയ്ക്കൊരു താമസ സ്ഥലം പോലും കിട്ടിയില്ല. കഴിഞ്ഞ ആഴ്ച സ്റ്റാർസ്ട്രക് സൊല്യൂഷൻസിൽ ഡാറ്റ അനലൈസറായി അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞതോടെ അലച്ചിൽ നറുതിയായി. അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കുറി പിടിച്ച കാശ് കടം വാങ്ങി കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള സ്വന്തമായി ഒരു മുറിയുള്ള ഹോസ്റ്റൽ തരപ്പെടുത്തി. നാളെ തിങ്കളാഴ്ചയാണ് ജോയിനിങ് ഡേറ്റ്. ജീവിതം അതോടെ മറ്റൊരു തലത്തിലേക്ക് കടക്കും. അപ്പോൾ ജീവിതത്തിലെ അലച്ചിലിന്റെ അവസാന ദിവസമാണിന്ന്. ആദ്യൊഴിഞ്ഞ മനസ്സുമായി ഇന്ന് ഫോറം മാളിൽ മുഴുവനും വെറുതെ വായി നോക്കി നടക്കണം. ആദ്യം ഒരു സിനിമയ്ക്കും പോണം. ഈ നഗരത്തിൽ വന്ന കാലം മുതൽക്കുള്ള സ്വപ്നമാണത്. നഗരത്തിലെ ക്ലോറിൻ വെള്ളം മുഖത്ത് വീണപ്പോൾ മരിയയ്ക്ക് നാട്ടിലെ ഞായറാഴ്ച കുളികൾ ഓർമ്മ വന്നു. കൂട്ടുകാരി സിസിലിയുമായി പുഴയിലാണ് കുളിക്കാൻ പോകുന്നത്. നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളമാണ്. അതിൽ നീന്തി തുടിക്കും. സിസിലിയാണ് കുഞ്ഞുനാൾ മുതലേ മരിയയുടെ കൂട്ടുകാരി. ഒരു കഥയുമില്ലാത്തൊരു പൊട്ടിപ്പെണ്ണ്. 10ാം ക്ലാസ്സും ഗുസ്തിയും. എന്തൊരു സ്ട്രക്ചറാടി മരിയ നിനക്ക്. കർത്താവ് നിന്നെ പ്രത്യേകം അച്ചില് വാർത്തെടുത്തതാ. അതിന്റെ ഒരു മൂലയിലിട്ട് എന്നെ വാർത്താ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. അതിനൊക്കെ ഒരു യോഗം വേണം. യോഗം അല്ല, യോഗം ഉണ്ടായിട്ട് എന്താ കാര്യം? അവൾ ഏതെങ്കിലും പയ്യന്റെ മുഖത്ത് നോക്കിയിട്ട് വേണ്ടേ?
ഇതൊക്കെ അനുഭവിക്കാൻ യോഗമുള്ളവൻ ഏത് ഭാഗ്യവാനാണോ. എനിക്കാണെങ്കിൽ അസൂയ മൂത്ത് മീശ കിളിർക്കൂന്നാ തോന്നുന്നത്. നീയും മോശമല്ലേടി. എവിടുന്ന്? എന്റെ വളർച്ച മുഴുവൻ നെഞ്ചത്തും പിന്നിലുമാണെന്നാ ആമ്പിള്ളേര് പറയുന്നത്. അവന്മാരെന്റെ മുഖത്ത് നോക്കില്ലാടി. നിനക്കൊരു ഷാലിട്ട് നടന്നുകൂടെ? ബെസ്റ്റ്. അവന്മാര് കണ്ടു കൊതിക്കട്ടടി. നമുക്ക് വല്ല നഷ്ടമുണ്ടോ? എനിക്ക് ഇത്രയ്ക്കല്ലേ പറ്റൂ മോളെ. മരിയ ബാത്റൂമിൽ നഗ്നയായി നിന്നു. സിസിലി പറയുന്നത് ശരിയാണ്. സ്ത്രീയുടെ ലക്ഷണശാസ്ത്രം അനുസരിച്ച് കടഞ്ഞെടുത്തതുപോലെയാണ് തന്റെ ശരീരം. വിടർന്ന കണ്ണുകൾ, നീളമുള്ള കഴുത്ത്, താഴെയായി വട്ടമൊത്തുയർന്നു നിൽക്കുന്ന മാറിടം, ആലില വയർ, വയറിന് താഴെ. ഛേ, താൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? മരിയയ്ക്ക് തന്നോട് തന്നെ നാണം തോന്നി. ബാക്കിയുള്ള എപ്പിസോഡുകൾ ഫ്രീ ആയി കേൾക്കുന്നതിനൊപ്പം റൊമാന്റിക് ക്രൈം ത്രില്ലറുകൾ അടങ്ങുന്ന മറ്റു പ്രീമിയം ഓഡിയോ സീരീസുകളും സൗജന്യമായി ആസ്വദിക്കാൻ ഉടൻ തന്നെ കുക്കു FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ.